ഒരു സിനിമാക്കാരൻ വളരെ നല്ലതായിട്ട് പോയ ഒരു സിനിമയാണ് രജിഷയും വിനീത് ശ്രീനിവാസൻ എന്ന ഒരു നടനെ ഈ സിനിമയുടെ ആദ്യത്തെ ഡിസ്കഷനിൽ എങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നു? എന്താണ് വിനീത് ചോദിച്ചത്? എങ്ങനെ കാണുന്നു? ഞാൻ ആക്ച്വലി അതിന് മറ്റൊരു ഘടകം കൂടി ഉണ്ട്. ലാൽ ജോസിൻ്റെ അടുത്താണ് ഞാൻ ഈ കഥ ആദ്യം പറഞ്ഞത്. അവരുടെ പ്രൊഡക്ഷനാണ് അത് ചെയ്യാൻ തന്നത്. അപ്പോൾ ലാലു ചേട്ടൻ വിനീതിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു. ഇതൊരു നല്ലൊരു സിനിമയാണ്, ചെയ്യണം എന്ന് പറയുന്ന ഒരു ബ്രീഫിംഗ് ലാലു ചേട്ടൻ ഓൾറെഡി കൊടുത്തിരുന്നു. ഞാൻ വിനീതുമായിട്ട് സംസാരിക്കുന്നത് ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ്. ഞാൻ കഥയുടെ ആ പ്രധാനപ്പെട്ട കഥ മാത്രമാണ്. അപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ പുള്ളി ഓക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഈ പടം ഞാൻ ചെയ്യാം എന്ന്. അപ്പോൾ എനിക്കധികം വലിയ ഡിസ്കഷൻസ് ആവശ്യം വന്നില്ല. പിന്നെ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റിൻ്റെ തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ സ്ക്രിപ്റ്റും അദ്ദേഹം ഫസ്റ്റ് റൗണ്ടിൽ അത് വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ചെറിയ കറക്ഷൻസിൽ ഒക്കെയാണ്. പക്ഷേ വിനീതിന് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൂ, വിനീത് ഒരു ഭയങ്കര ഷാർപ്പാണ്. കാരണം സീനുകളിലും അല്ലെങ്കിൽ കഥ പോകുന്ന വഴി അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഫ്ലോസ് പ്രോബ്ലംസൊക്കെ കണ്ടുപിടിക്കാനായിട്ടും അത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ചിലപ്പോൾ നമ്മൾ കുറേ ഒരു 3-5 വാചകം എഴുതുന്നത് ചിലപ്പോൾ പുള്ളി ഒറ്റ സെൻറ്റൻസിൽ അത് ചുരുക്കാനൊക്കെയും അങ്ങനെയൊക്കെയുള്ള നല്ല പിന്നെ ആ ഒരു കമേഴ്ഷ്യൽ ഒരു സെൻസ് പുള്ളിയുടെ പടങ്ങളിൽ അത് ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊരു എനിക്ക് വലിയൊരു വിഷമമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വിനീതിൻ്റെ കാര്യത്തിൽ.